നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടോ? ഉണ്ടാവും. കാരണം അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ നിങ്ങൾ കാണാൻ തീരുമാനിച്ചത്. പരിഹാര മാർഗം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഒറ്റമൂലിയാണിത്. എന്തിനും സമ്പത്ത് വേണം, അല്ലേ? എങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യൂ. സുബ്ഹിയുടെ മുൻപ് എഴുന്നേറ്റിട്ട്, എല്ലാ ദിവസവും സുബ്ഹിയുടെ മുൻപ് എഴുന്നേറ്റ് ഞാൻ ഇനി പറയാൻ പോകുന്ന ദിക്ർ അത് നിങ്ങൾ ചൊല്ലണം. നോക്കൂ, ഒരു വീടുണ്ടാക്കണമെങ്കിൽ സമ്പത്ത് വേണ്ടേ? വേണം. മക്കളെ കെട്ടിച്ചയക്കണമെങ്കിൽ സമ്പത്ത് വേണ്ടേ? വേണം. എന്തിനാ സമ്പത്ത് വേണ്ടാത്തത്? ഏത് മേഖലയിലേക്ക് ഇറങ്ങിയാലും സമ്പത്ത് അത്യാവശ്യമാണ്. സമ്പത്തില്ലെങ്കിൽ, പണമില്ലെങ്കിൽ ആർക്കും വേണ്ട നമ്മളെ. പണമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ എല്ലാ കുടുംബക്കാരും ഉണ്ടാകും, സുഹൃത്തുക്കളുണ്ടാകും, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും. പണമില്ലെങ്കിൽ ഒന്നിനും ഒരു വിലയുണ്ടാവില്ല. നമുക്കൊരു വിലയില്ലാത്ത ആളായി. ഭാര്യയ്ക്ക് നമ്മളെ വേണ്ട, ഭർത്താവിന് നമ്മളെ വേണ്ട, ആർക്കും നമ്മളെ വേണ്ട, വീട്ടുകാർക്ക് മാതാപിതാക്കൾക്ക് ഒന്നും നമ്മളെ വേണ്ട. എന്നാൽ ഉണ്ടാവാൻ, സമ്പത്ത് ഉണ്ടാവാനുള്ള വഴി സുബ്ഹിയുടെ മുൻപ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ഈ ദിക്റുണ്ടല്ലോ, ഈ തസ്ബീഹ്, ഇത് നിങ്ങൾ 100 തവണ ചൊല്ലുക. ശേഷം 100 തവണയാണ് ചൊല്ലേണ്ടത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 100 തവണ നമ്മൾ ചൊല്ലുന്നു. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്തിന്റെ പ്രത്യേകത മനസ്സിലായോ നിങ്ങൾക്ക്? സുബ്ഹിയുടെ മുൻപുള്ള സമയം അള്ളാഹു ഏതടിമയുടെയും ദുആ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് 2 കൈകളും അള്ളാഹുവിലേക്കൊന്ന് മനസ്സറിഞ്ഞങ്ങ് ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, റബ്ബേ, എനിക്ക് ഇത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, നീ അത് പരിഹരിച്ചു തരണം, എനിക്ക് നല്ല സമ്പത്ത് വേണം, എന്നെ സമ്പന്നനാക്കണേ. ഇതൊക്കെ ദുആ ചെയ്യൂ. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമല്ലേ, അതിൽ നിന്ന് എത്ര തന്നാലും അള്ളാഹുവിൽ നിന്ന് ഒരൊന്നും കുറയില്ലല്ലോ. അതുകൊണ്ട് ചോദിക്കാൻ മടി കാണിക്കണ്ട. അള്ളാഹു നല്ല സമ്പന്നരാക്കട്ടെ നമ്മെ എല്ലാവരെയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.